മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ LDFന്റെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭം. തിരുവനന്തപുരം രാജ്ഭവനിലേക്കുള്ള മാർച്ചും ധർണയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ധനം നൽകിയില്ലെങ്കിലും കേരളം പുനരധിവാസം നടപ്പാക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് പണം തന്നാലും തന്നില്ലെങ്കിലും ഈ പുനരധിവാസം കേരളം നടപ്പിലാക്കിയേ പറ്റൂ, നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്ത് പിന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈ 2000-ഓളം വരുന്ന വീട് 2 മേഖലയായി തിരിച്ചുള്ള ഈ ടൗൺ പ്ലാനിംഗ് അതിനടിസ്ഥാനപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളെല്ലാം വളരെ വേഗം ദ്രുതഗതിയിൽ നമുക്ക് പൂർത്തിയാക്കി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത നമ്മുടെ മെമ്മോറാണ്ടത്തിന്റെ ഭാഗമായിട്ടുള്ള 2219 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. സുനിഷ അയലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ, കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംസ്ഥാന വ്യാപക പ്രക്ഷോഭം എത്രത്തോളം വിപുലമായിരുന്നു? സുജയ, ഈ പറഞ്ഞതുപോലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 4 മാസം പിന്നിട്ടിട്ടും കേന്ദ്രം ഒരു സഹായം പോലും കേരളത്തിന് നൽകുന്നില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് LDF കടന്നത്. ഈ പറഞ്ഞതുപോലെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭമാണ്. ഈ തിരുവനന്തപുരത്ത് രാജ്ഭവനിന് മുന്നിലായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നത്. സംസ്ഥാന സെക്രട്ടറി CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. മറ്റോരോ ജില്ലകളിലും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു. വളരെ വിപുലമായ പക്ഷേ തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുന്നിൽ പോലും 1000-ലധികം പേരെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നതാണ്. കാരണം പ്രധാനമന്ത്രി അടക്കം നേരിട്ട് വന്നു കണ്ട സ്ഥലമാണ്. ദുരന്തം എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് മനസ്സിലാക്കിയതാണ്. പക്ഷേ അത് കഴിഞ്ഞു പോയതിനു ശേഷം ഒരു മിണ്ടാട്ടവുമില്ല. കേരളത്തിന് ഒരു സഹായവും നൽകാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഈ വിഷയവുമായി MPമാരടക്കം ഇവരെ കേന്ദ്രമന്ത്രിമാരെ അടക്കം സമീപിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു മറുപടി നൽകാൻ പോലും കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതൊരു സൂചന മാത്രമാണ്. വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് LDF അറിയിക്കുന്നത്. സുജയ. ശരി സുനിഷ.